മീഡിയയിൽ പല വിവാദങ്ങളിൽ കുടുങ്ങിയ നായികമാർ നമുക്കുണ്ട്. പലപ്പോഴും ഇതിന് കാരണമാകുന്നത് സോഷ്യൽ മീഡിയയിലെ ചില വ്യാജ പ്രചരണങ്ങളും ചിത്രങ്ങളുമാണ്. ചില വ്യാജന്മാർ ഉണ്ടാക്കിയ വ്യാജ അശ്ലീല ചിത്രങ്ങൾ കാരണം സോഷ്യൽ മീഡിയയിൽ കുടുങ്ങിയ നമ്മുടെ നായികമാരെയാണ് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. ദീപ്തി സതി. നീന എന്ന ലാൽ ജോസ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായി മലയാള സിനിമയിൽ തന്റെ ശക്തമായ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് കടന്നുവന്ന താരം. മുൻ മിസ് കേരള കൂടിയായ ദീപ്തിയെ എന്നാൽ സോഷ്യൽ മീഡിയ സ്വീകരിച്ചത് അത്ര നല്ല രീതിയിലായിരുന്നില്ല. നീനയിലൂടെ പ്രശസ്തിയിലേക്ക് കുതിച്ചുയരുമ്പോഴായിരുന്നു ദീപ്തിയുടേത് എന്ന പേരിൽ വാട്സാപ്പിൽ ഉൾപ്പെടെ സോഷ്യൽ മീഡിയകളിൽ നഗ്ന ചിത്രം പ്രചരിച്ചത്. എന്നാൽ പ്രചരിച്ച ചിത്രങ്ങൾ ദീപ്തിയുടേതായിരുന്നില്ല. ദീപ്തിയോട് രൂപസാദൃശ്യമുള്ള മറ്റൊരു പെൺകുട്ടിയുടെ ചിത്രങ്ങളായിരുന്നു വാട്സാപ്പിൽ പ്രചരിച്ചത്. അപർണ നായർ. മുംബൈ പോലീസ്, കോക്ടെയിൽ, കയം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാള സിനിമയിലെ സ്ഥിര സാന്നിധ്യമായി മാറിയ താരം. ഗ്ലാമർ വേഷങ്ങളിൽ തീരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലാത്ത താരം ബിക്കിനി അണിഞ്ഞാലോ? എങ്കിൽ അത് തീർച്ചയായും വാർത്തയാകും. അപർണ നായർ ബിക്കിനി അണിഞ്ഞ ചിത്രങ്ങളാണ് വാട്സാപ്പിൽ പ്രചരിച്ചത്. ഞെട്ടലോടെയായിരുന്നു ആരാധകർ അപർണയുടെ ബിക്കിനി അണിഞ്ഞ ചിത്രം കണ്ടത്. എന്നാൽ സംഭവം വാർത്തയായപ്പോൾ താരം ഇതിനെതിരെ പ്രതികരിച്ചു. അപർണയുടേത് എന്ന പേരിൽ മോർഫ് ചെയ്ത ചിത്രങ്ങളായിരുന്നു വാട്സാപ്പിൽ പ്രചരിച്ചത്. ഇത് വെളിപ്പെടുത്തുന്നതിനോടൊപ്പം താരം തന്റെ മോർഫ് ചെയ്തിട്ടില്ലാത്ത ഒറിജിനൽ ബിക്കിനി ചിത്രവും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അപർണ മുട്ടിലൊഴിഞ്ഞു നടക്കുന്ന കുഞ്ഞു പ്രായത്തിലെ ബിക്കിനി ചിത്രമാണ് എന്റെ കയ്യിൽ ഈ ബിക്കിനി ചിത്രം മാത്രമേ ഉള്ളൂ എന്ന അടിക്കുറിപ്പോടെ താരം പോസ്റ്റ് ചെയ്തത്. ഭാമ. ശാലീനത നിറഞ്ഞ സൗന്ദര്യവുമായി ലോഹിതദാസ് ചിത്രമായ നിവേദ്യത്തിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന താരം. ഭാമയെയും സോഷ്യൽ മീഡിയ വെറുതെ വിട്ടില്ല. ഭാമ ഒരു മധ്യവയസ്കനൊപ്പം ചേർന്നിരുന്ന് പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോ ആണ് അശ്ലീലം നിറഞ്ഞ അടിക്കുറിപ്പുകളോടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. ചിത്രത്തിൽ ഭാമയോടൊപ്പം നടി മുക്തയും ഗായിക രഞ്ജിനി ജോസും ഉണ്ടായിരുന്നു. ചിത്രം വൈറലായതോടെ പ്രതികരണവുമായി താരം തന്നെ രംഗത്ത് വന്നു. ഇവർക്കൊപ്പമുണ്ടായിരുന്ന മധ്യവയസ്കൻ ഗായിക രഞ്ജിനി ജോസിന്റെ പിതാവായിരുന്നു. ഇവർ 2012 ഒരു പ്രോഗ്രാമിനായി വിദേശത്ത് പോയപ്പോൾ എടുത്ത ചിത്രമായിരുന്നു അത്. മറ്റുള്ളവരെ കുറിച്ചുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ അതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കണമെന്ന് ഭാമ പറയുകയുണ്ടായി. ലക്ഷ്മി മേനോൻ. തെന്നിന്ത്യയിലെ സൂപ്പർ നായികമാരുടെ പദവിയിലേക്ക് ഉയരുന്ന താരമാണ് ലക്ഷ്മി മേനോൻ. ലക്ഷ്മിയുടേത് എന്ന പേരിൽ അശ്ലീല ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. പ്രശസ്തിയിലേക്ക് ഉയരുന്ന താരത്തിന്റെ പ്രചരിക്കുന്ന വ്യാജ അശ്ലീല ചിത്രങ്ങൾ വാർത്തയായി. മോർഫ് ചെയ്ത ദൃശ്യങ്ങളായിരുന്നു ലക്ഷ്മി മേനോന്റേത് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. രചന നാരായണൻകുട്ടി. മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്ക് എത്തി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമയുടെ സ്ഥിര സാന്നിധ്യമായി മാറിയ താരം. രചനയും സോഷ്യൽ മീഡിയയുടെ ഇരയായി. മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ കൊണ്ടായിരുന്നു ചില വിരുദ്ധന്മാർ രചനയെ അപമാനിച്ചത്. സ്വന്തം അമ്മയെയും പെങ്ങളെയും ബഹുമാനിക്കാൻ അറിയാത്ത ചിലരാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതെന്നായിരുന്നു രചനയുടെ പ്രതികരണം. മഞ്ജു വാര്യർ. വ്യാജ വാർത്തകളോടെയായിരുന്നു മലയാള സിനിമയിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തിയ മഞ്ജുവിനെ സോഷ്യൽ മീഡിയ സ്വീകരിച്ചത്. ഒരു മാധ്യമ പ്രവർത്തകനുമായി നിൽക്കുന്ന ചിത്രങ്ങൾക്കൊപ്പം ഇരുവരും പ്രണയത്തിലാണ് എന്ന രീതിയിലാണ് വാർത്തകൾ പ്രചരിച്ചത്. ഒപ്പം ഇവരുടെ വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് എന്ന പേരിൽ വ്യാജ ചിത്രങ്ങളും പ്രചരിച്ചിരുന്നു. റോസ്ലിൻ ജോളി. അശ്ലീല ചിത്രങ്ങളിലൂടെയാണ് റോസ്ലിൻ ജോളിയും സോഷ്യൽ മീഡിയയുടെ ഇരയായത്. എന്നാൽ റോസ്ലിൻ ജോളിയുടേത് എന്ന പേരിൽ റോസ്ലിനോട് സാദൃശ്യം തോന്നുന്ന മറ്റൊരു പെൺകുട്ടിയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. സംഭവം വാർത്തയായപ്പോൾ താരം തന്നെയാണ് ചിത്രങ്ങൾ തന്റേതല്ല എന്ന വെളിപ്പെടുത്തലുമായി ഫേസ്ബുക്കിലെത്തിയത്. ശ്രിയ രമേശ്. മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്ക് എത്തി പ്രശസ്തിയിലേക്ക് ഉയരുമ്പോഴായിരുന്നു ശ്രിയയും സോഷ്യൽ മീഡിയയുടെ വ്യാജ പ്രചരണങ്ങൾക്ക് ഇരയായത്. ഒരു മുൻമന്ത്രിയും ശ്രിയയും നിൽക്കുന്ന ചിത്രങ്ങൾക്കൊപ്പമാണ് വ്യാജ പ്രചരണം നടത്തിയത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ താരം പോലീസിൽ പരാതിപ്പെടുകയും വ്യാജ പ്രചരണങ്ങൾ നടത്തിയ ആളെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. ആശ ശരത്. മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലെത്തി ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ധാരാളം ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നായികയാണ് ആശ ശരത്. പെട്ടെന്ന് മലയാളിയുടെ ഇഷ്ടനായികയായി മാറിയ ആശ ശരത്തിന്റേത് എന്ന പേരിൽ അശ്ലീല വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. എന്നാൽ ആശാ ശരത്തിനോട് രൂപസാദൃശ്യമുള്ള മറ്റൊരു സ്ത്രീയുടെ രംഗങ്ങളായിരുന്നു പ്രചരിച്ചത്. താരം ഇതിനെതിരെ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. ജ്യോതി കൃഷ്ണ. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വ്യാജ ചിത്രങ്ങൾക്കെതിരെ ഏറ്റവും ശക്തമായ രീതിയിൽ പ്രതികരിച്ച നടിയായിരുന്നു പ്രമുഖ നായിക ജ്യോതി കൃഷ്ണ. ജ്യോതി കൃഷ്ണയുടെ മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങളായിരുന്നു വാട്സാപ്പിൽ പ്രചരിച്ചത്. തന്റെ ചിത്രത്തിന്റെ താഴെ ഏതോ ഒരു മോൻ അല്ലെങ്കിൽ മോൾ അവന്റെ അമ്മയുടെയും പെങ്ങളുടെയും ശരീരം വെച്ച് അയച്ചു കൊടുക്കുന്നു എന്നാണ് ജ്യോതി തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത്. അഞ്ജലി അനീഷ് ഉപാസന. ജ്യോതിക്ക് പുറമെ യുവതാരം അഞ്ജലി അനീഷിന്റെയും വ്യാജ ചിത്രങ്ങൾ വാട്സാപ്പിൽ പ്രചരിച്ചിരുന്നു. ഇതിനെതിരെ താരം പോലീസിൽ പരാതിപ്പെടുകയും പോലീസ് ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു. തന്റെ ചിത്രങ്ങൾ പ്രചരിക്കുന്നതിനെതിരെ അഞ്ജലിയും ഫേസ്ബുക്കിലൂടെ പ്രതികരണം അറിയിച്ചിരുന്നു. അനുപമ പരമേശ്വർ. കരിയറിന്റെ തുടക്കത്തിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വിവാദത്തിൽ കുടുങ്ങിയ നായികയാണ് അനുപമ പരമേശ്വർ. പ്രേമം എന്ന ചിത്രത്തിലെ മേരി എന്ന ഒറ്റ കഥാപാത്രം കൊണ്ട് വളരെ പെട്ടെന്നായിരുന്നു അനുപമ പ്രശസ്തിയിലേക്ക് ഉയർന്നത്. എന്നാൽ സോഷ്യൽ മീഡിയ അനുപമയെ സ്വീകരിച്ചത് അത്ര നല്ല രീതിയിലായിരുന്നില്ല. പ്രേമം സിനിമയ്ക്ക് ശേഷം ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന ലെഗിങ്സ് ധരിച്ചു എന്നതാണ് അനുപമയെ സോഷ്യൽ മീഡിയയിലേക്ക്
ചില വിരുദ്ധന്മാർക്ക് ഇരയാക്കിയത്. അനുപമയുടെ ലെഗിങ്സ് ധരിച്ച ചിത്രങ്ങളോടൊപ്പം അശ്ലീലം നിറഞ്ഞ കമന്റുകളുമാണ് വാട്സാപ്പിൽ പ്രചരിച്ചത്. പിന്നീട് അനുപമ പങ്കെടുത്ത ഒരു ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ടും ഇതേ തരത്തിലുള്ള പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയകളിൽ ഉണ്ടായിരുന്നു. ഹിമ ശങ്കർ. യുവതാരം ഹിമ ശങ്കർക്കും സോഷ്യൽ മീഡിയയുടെ കടുത്ത ചീത്തവിളിക്ക് ഇരയാകേണ്ടി വന്നിട്ടുണ്ട്. ഒരു ഫോട്ടോഷൂട്ടിൽ താരം തന്റെ അർദ്ധനഗ്നമേനി പ്രദർശിപ്പിച്ചതാണ് ചീത്തവിളിക്ക് ഇരയായത്. എന്നാൽ ഇതിന് പ്രതികരണവുമായി താരവും രംഗത്ത് വന്നിരുന്നു. നടിയുടെ പ്രതികരണവും സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ സൃഷ്ടിച്ചിരുന്നു. രഞ്ജിനി ഹരിദാസ്. സോഷ്യൽ മീഡിയയിൽ കുടുങ്ങിയ മറ്റൊരു താരം അവതാരക രഞ്ജിനി ഹരിദാസ് ആണ്. 2007 ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോ തരംഗമായിരുന്ന സമയത്തായിരുന്നു രഞ്ജിനിയുടെ വ്യാജ അശ്ലീല വീഡിയോ പ്രചരിച്ചത്. യൂട്യൂബിലൂടെ പ്രചരിച്ച വീഡിയോ രഞ്ജിനിയുടേതാണെന്ന് തെറ്റിദ്ധരിച്ചവർ ഏറെയാണ്. എന്നാൽ വീഡിയോ തന്റേതല്ലെന്ന് രഞ്ജിനി തന്നെ വെളിപ്പെടുത്തിയിരുന്നു. കാവ്യ മാധവൻ. മലയാളിയുടെ പ്രിയ നായികയായ കാവ്യ മാധവനും സോഷ്യൽ മീഡിയയുടെ വ്യാജ പ്രചരണങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. ദിലീപും കാവ്യയും വിവാഹിതരായി എന്ന രീതിയിൽ പലതവണയും സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. പലതും താരങ്ങൾ കാര്യമാക്കാതെ പോയെങ്കിലും സംഭവം വീണ്ടും ആവർത്തിച്ചപ്പോൾ കാവ്യ മാധവൻ പ്രതികരിച്ചു. പോലീസിൽ താരം പരാതിപ്പെടുകയും ഫേസ്ബുക്കിലൂടെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചയാൾ പിടിക്കപ്പെടുകയും ചെയ്തിരുന്നു. കൃഷ്ണപ്രഭ. സിനിമാ TV താരം കൃഷ്ണപ്രഭയും സോഷ്യൽ മീഡിയയിൽ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. തന്റെ ഒരു ഫോട്ടോയ്ക്ക് ഫേസ്ബുക്കിൽ വന്ന കമന്റാണ് താരത്തെ പ്രകോപിപ്പിച്ചത്. താരത്തിന്റെ മറുപടിയും സോഷ്യൽ മീഡിയയിൽ വാർത്തയായി. സോഷ്യൽ മീഡിയയിൽ പല വിവാദങ്ങളിൽ കുടുങ്ങിയ നായികമാർ നമുക്കുണ്ട്. പലപ്പോഴും ഇതിന് കാരണമാകുന്നത് സോഷ്യൽ മീഡിയയിലെ ചില വ്യാജ പ്രചരണങ്ങളും ചിത്രങ്ങളുമാണ്. ചില വ്യാജന്മാർ ഉണ്ടാക്കിയ വ്യാജ അശ്ലീല ചിത്രങ്ങൾ കാരണം, മറ്റു ചിലർ പ്രചരിപ്പിച്ച വ്യാജ വാർത്തകൾ കാരണം. സോഷ്യൽ മീഡിയയിൽ കുടുങ്ങിയ നമ്മുടെ നായികമാരെയാണ് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. ദീപ്തി സതി. നീന എന്ന ലാൽ ജോസ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായി മലയാള സിനിമയിൽ തന്റെ ശക്തമായ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് കടന്നുവന്ന താരം. മുൻ മിസ് കേരള കൂടിയായ ദീപ്തിയെ എന്നാൽ സോഷ്യൽ മീഡിയ സ്വീകരിച്ചത് അത്ര നല്ല രീതിയിലായിരുന്നില്ല. നീനയിലൂടെ പ്രശസ്തിയിലേക്ക് കുതിച്ചുയരുമ്പോഴായിരുന്നു ദീപ്തിയുടേത് എന്ന പേരിൽ വാട്സാപ്പിൽ ഉൾപ്പെടെ സോഷ്യൽ മീഡിയകളിൽ നഗ്ന ചിത്രം പ്രചരിച്ചത്. എന്നാൽ പ്രചരിച്ച ചിത്രങ്ങൾ ദീപ്തിയുടേതായിരുന്നില്ല. ദീപ്തിയോട് രൂപസാദൃശ്യമുള്ള മറ്റൊരു പെൺകുട്ടിയുടെ ചിത്രങ്ങളായിരുന്നു വാട്സാപ്പിൽ പ്രചരിച്ചത്. അപർണ നായർ. മുംബൈ പോലീസ്, കോക്ടെയിൽ, കയം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാള സിനിമയിലെ സ്ഥിര സാന്നിധ്യമായി മാറിയ താരം. ഗ്ലാമർ വേഷങ്ങളിൽ തീരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലാത്ത താരം ബിക്കിനി അണിഞ്ഞാലോ? എങ്കിൽ അത് തീർച്ചയായും വാർത്തയാകും. അപർണ നായർ ബിക്കിനി അണിഞ്ഞ ചിത്രങ്ങളാണ് വാട്സാപ്പിൽ പ്രചരിച്ചത്. ഞെട്ടലോടെയായിരുന്നു ആരാധകർ അപർണയുടെ ബിക്കിനി അണിഞ്ഞ ചിത്രം കണ്ടത്. എന്നാൽ സംഭവം വാർത്തയായപ്പോൾ താരം ഇതിനെതിരെ പ്രതികരിച്ചു. അപർണയുടേത് എന്ന പേരിൽ മോർഫ് ചെയ്ത ചിത്രങ്ങളായിരുന്നു വാട്സാപ്പിൽ പ്രചരിച്ചത്. ഇത് വെളിപ്പെടുത്തുന്നതിനോടൊപ്പം താരം തന്റെ മോർഫ് ചെയ്തിട്ടില്ലാത്ത ഒറിജിനൽ ബിക്കിനി ചിത്രവും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അപർണ മുട്ടിലൊഴിഞ്ഞു നടക്കുന്ന കുഞ്ഞു പ്രായത്തിലെ ബിക്കിനി ചിത്രമാണ് എന്റെ കയ്യിൽ ഈ ബിക്കിനി ചിത്രം മാത്രമേ ഉള്ളൂ എന്ന അടിക്കുറിപ്പോടെ താരം പോസ്റ്റ് ചെയ്തത്. ഭാമ. ശാലീനത നിറഞ്ഞ സൗന്ദര്യവുമായി ലോഹിതദാസ് ചിത്രമായ നിവേദ്യത്തിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന താരം. ഭാമയെയും സോഷ്യൽ മീഡിയ വെറുതെ വിട്ടില്ല. ഭാമ ഒരു മധ്യവയസ്കനൊപ്പം ചേർന്നിരുന്ന് പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോ ആണ് അശ്ലീലം നിറഞ്ഞ അടിക്കുറിപ്പുകളോടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. ചിത്രത്തിൽ ഭാമയോടൊപ്പം നടി മുക്തയും ഗായിക രഞ്ജിനി ജോസും ഉണ്ടായിരുന്നു. ചിത്രം വൈറലായതോടെ പ്രതികരണവുമായി താരം തന്നെ രംഗത്ത് വന്നു. ഇവർക്കൊപ്പമുണ്ടായിരുന്ന മധ്യവയസ്കൻ ഗായിക രഞ്ജിനി ജോസിന്റെ പിതാവായിരുന്നു. ഇവർ 2012 ഒരു പ്രോഗ്രാമിനായി വിദേശത്ത് പോയപ്പോൾ എടുത്ത ചിത്രമായിരുന്നു അത്. മറ്റുള്ളവരെ കുറിച്ചുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ അതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കണമെന്ന് ഭാമ പറയുകയുണ്ടായി. ലക്ഷ്മി മേനോൻ. തെന്നിന്ത്യയിലെ സൂപ്പർ നായികമാരുടെ പദവിയിലേക്ക് ഉയരുന്ന താരമാണ് ലക്ഷ്മി മേനോൻ. ലക്ഷ്മിയുടേത് എന്ന പേരിൽ അശ്ലീല ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. പ്രശസ്തിയിലേക്ക് ഉയരുന്ന താരത്തിന്റെ പ്രചരിക്കുന്ന വ്യാജ അശ്ലീല ചിത്രങ്ങൾ വാർത്തയായി. മോർഫ് ചെയ്ത ദൃശ്യങ്ങളായിരുന്നു ലക്ഷ്മി മേനോന്റേത് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. രചന നാരായണൻകുട്ടി. മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്ക് എത്തി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമയുടെ സ്ഥിര സാന്നിധ്യമായി മാറിയ താരം. രചനയും സോഷ്യൽ മീഡിയയുടെ ഇരയായി. മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ കൊണ്ടായിരുന്നു ചില വിരുദ്ധന്മാർ രചനയെ അപമാനിച്ചത്. സ്വന്തം അമ്മയെയും പെങ്ങളെയും ബഹുമാനിക്കാൻ അറിയാത്ത ചിലരാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതെന്നായിരുന്നു രചനയുടെ പ്രതികരണം. മഞ്ജു വാര്യർ. വ്യാജ വാർത്തകളോടെയായിരുന്നു മലയാള സിനിമയിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തിയ മഞ്ജുവിനെ സോഷ്യൽ മീഡിയ സ്വീകരിച്ചത്. ഒരു മാധ്യമ പ്രവർത്തകനുമായി നിൽക്കുന്ന ചിത്രങ്ങൾക്കൊപ്പം ഇരുവരും പ്രണയത്തിലാണ് എന്ന രീതിയിലാണ് വാർത്തകൾ പ്രചരിച്ചത്. ഒപ്പം ഇവരുടെ വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് എന്ന പേരിൽ വ്യാജ ചിത്രങ്ങളും പ്രചരിച്ചിരുന്നു. റോസ്ലിൻ ജോളി. അശ്ലീല ചിത്രങ്ങളിലൂടെയാണ് റോസ്ലിൻ ജോളിയും സോഷ്യൽ മീഡിയയുടെ ഇരയായത്. എന്നാൽ റോസ്ലിൻ ജോളിയുടേത് എന്ന പേരിൽ റോസ്ലിനോട് സാദൃശ്യം തോന്നുന്ന മറ്റൊരു പെൺകുട്ടിയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. സംഭവം വാർത്തയായപ്പോൾ താരം തന്നെയാണ് ചിത്രങ്ങൾ തന്റേതല്ല എന്ന വെളിപ്പെടുത്തലുമായി ഫേസ്ബുക്കിലെത്തിയത്. ശ്രിയ രമേശ്.
മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്ക് എത്തി പ്രശസ്തിയിലേക്ക് ഉയരുമ്പോഴായിരുന്നു ശ്രിയയും സോഷ്യൽ മീഡിയയുടെ വ്യാജ പ്രചരണങ്ങൾക്ക് ഇരയായത്. ഒരു മുൻമന്ത്രിയും ശ്രിയയും നിൽക്കുന്ന ചിത്രങ്ങൾക്കൊപ്പമാണ് വ്യാജ പ്രചരണം നടത്തിയത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ താരം പോലീസിൽ പരാതിപ്പെടുകയും വ്യാജ പ്രചരണങ്ങൾ നടത്തിയ ആളെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. ആശ ശരത് മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലെത്തി ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ധാരാളം ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നായികയാണ് ആശ ശരത്. പെട്ടെന്ന് മലയാളിയുടെ ഇഷ്ടനായികയായി മാറിയ ആശ ശരത്തിന്റേത് എന്ന പേരിൽ അശ്ലീല വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. എന്നാൽ ആശാ ശരത്തിനോട് രൂപസാദൃശ്യമുള്ള മറ്റൊരു സ്ത്രീയുടെ രംഗങ്ങളായിരുന്നു പ്രചരിച്ചത്. താരം ഇതിനെതിരെ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. ജ്യോതി കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വ്യാജ ചിത്രങ്ങൾക്കെതിരെ ഏറ്റവും ശക്തമായ രീതിയിൽ പ്രതികരിച്ച നടിയായിരുന്നു പ്രമുഖ നായിക ജ്യോതി കൃഷ്ണ. ജ്യോതി കൃഷ്ണയുടെ മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങളായിരുന്നു വാട്സാപ്പിൽ പ്രചരിച്ചത്. തന്റെ ചിത്രത്തിന്റെ താഴെ ഏതോ ഒരു മോൻ അല്ലെങ്കിൽ മോൾ അവന്റെ അമ്മയുടെയും പെങ്ങളുടെയും ശരീരം വെച്ച് അയച്ചു കൊടുക്കുന്നു എന്നാണ് ജ്യോതി തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത്. അഞ്ജലി അനീഷ് ഉപാസന ജ്യോതിക്ക് പുറമെ യുവതാരം അഞ്ജലി അനീഷിന്റെയും വ്യാജ ചിത്രങ്ങൾ വാട്സാപ്പിൽ പ്രചരിച്ചിരുന്നു. ഇതിനെതിരെ താരം പോലീസിൽ പരാതിപ്പെടുകയും പോലീസ് ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു. തന്റെ ചിത്രങ്ങൾ പ്രചരിക്കുന്നതിനെതിരെ അഞ്ജലിയും ഫേസ്ബുക്കിലൂടെ പ്രതികരണം അറിയിച്ചിരുന്നു. അനുപമ പരമേശ്വർ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വിവാദത്തിൽ കുടുങ്ങിയ നായികയാണ് അനുപമ പരമേശ്വർ. പ്രേമം എന്ന ചിത്രത്തിലെ മേരി എന്ന ഒറ്റ കഥാപാത്രം കൊണ്ട് വളരെ പെട്ടെന്നായിരുന്നു അനുപമ പ്രശസ്തിയിലേക്ക് ഉയർന്നത്. എന്നാൽ സോഷ്യൽ മീഡിയ അനുപമയെ സ്വീകരിച്ചത് അത്ര നല്ല രീതിയിലായിരുന്നില്ല. പ്രേമം സിനിമയ്ക്ക് ശേഷം ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന ലെഗിങ്സ് ധരിച്ചു എന്നതാണ് അനുപമയെ സോഷ്യൽ മീഡിയയിലെ ചില വിരുദ്ധന്മാർക്ക് ഇരയാക്കിയത്. അനുപമയുടെ ലെഗിങ്സ് ധരിച്ച ചിത്രങ്ങളോടൊപ്പം അശ്ലീലം നിറഞ്ഞ കമന്റുകളുമാണ് വാട്സാപ്പിൽ പ്രചരിച്ചത്. പിന്നീട് അനുപമ പങ്കെടുത്ത ഒരു ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ടും ഇതേ തരത്തിൽ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയകളിൽ ഉണ്ടായിരുന്നു. ഹിമ ശങ്കർ യുവതാരം ഹിമ ശങ്കർക്കും സോഷ്യൽ മീഡിയയുടെ കടുത്ത ചീത്തവിളിക്ക് ഇരയാകേണ്ടി വന്നിട്ടുണ്ട്. ഒരു ഫോട്ടോഷൂട്ടിൽ താരം തന്റെ അർദ്ധനഗ്നമേനി പ്രദർശിപ്പിച്ചതാണ് ചീത്തവിളിക്ക് ഇരയായത്. എന്നാൽ ഇതിന് പ്രതികരണവുമായി താരവും രംഗത്ത് വന്നിരുന്നു. നടിയുടെ പ്രതികരണവും സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ സൃഷ്ടിച്ചിരുന്നു. രഞ്ജിനി ഹരിദാസ് സോഷ്യൽ മീഡിയയിൽ കുടുങ്ങിയ മറ്റൊരു താരം അവതാരക രഞ്ജിനി ഹരിദാസ് ആണ്. 2007 ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോ തരംഗമായിരുന്ന സമയത്തായിരുന്നു രഞ്ജിനിയുടെ വ്യാജ അശ്ലീല വീഡിയോ പ്രചരിച്ചത്. യൂട്യൂബിലൂടെ പ്രചരിച്ച വീഡിയോ രഞ്ജിനിയുടേതാണെന്ന് തെറ്റിദ്ധരിച്ചവർ ഏറെയാണ്. എന്നാൽ വീഡിയോ തന്റേതല്ലെന്ന് രഞ്ജിനി തന്നെ വെളിപ്പെടുത്തിയിരുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ ദിവസവും പുതുപുത്തൻ സിനിമാ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും.